അടുത്തൊരു NDAയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് R be a relation defined as x related to y if find only if 2x plus 3y equal to 20 where xy element of n. How many elements of the form xy are there in R? Okay, so ഈ ഒരു മോഡൽ ചോദ്യങ്ങൾ നമുക്ക് സ്ഥിരം ബോർഡ് പരീക്ഷകൾക്കും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് മക്കളെ. അതായത് എന്താണ്, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാവും, അതിൽ എത്ര എലമെന്റുകളാണെന്ന് ചോദിക്കാം, ഡൊമൈൻ ചോദിക്കാം, റേഞ്ച് ചോദിക്കാം, ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എക്സും വൈയും റിലേറ്റഡ് ആകണമെങ്കിൽ 2x plus 3y equal to 20 ആണ് പറഞ്ഞിട്ടുള്ളത്. അത് എഴുതാം, 2x plus 3y equal to 20. ഓക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കിക്കേ, എക്സും വൈയും എങ്ങനെയായിരിക്കണം മക്കളെ? എലമെന്റ് ഓഫ് n ആയിരിക്കണം. അത് രണ്ടും നാച്ചുറൽ നമ്പർ ആയാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് എഴുതാം മക്കളെ? 2x equal to 20 minus 3y. 20 minus 3y. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? x equal to 20 minus 3y by 2. ഓക്കെ, ഇതെന്തായിരിക്കണം മക്കളെ? ഇതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഓക്കെ, ഇതെന്തായിരിക്കണം മക്കളെ? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. സോ ഇത് നാച്ചുറൽ നമ്പർ വരുന്നോണ്ട് തന്നെ നമുക്കറിയാം ഇതെന്തായാലും ഈവൻ ആയിരിക്കും അല്ലെ. ഇതെന്തായാലും ഒരു എക്സ് നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? ഒരു ഈവൻ നാച്ചുറൽ നമ്പർ ആയിരിക്കും. സോ ഇതും എന്താകണം മക്കളെ? ഈവൻ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഇത് ഈവൻ ആകണമെങ്കിൽ നോക്കിക്കേ, y ഓഡ് ആണെങ്കിൽ 3 times y എന്തായിരിക്കും മക്കളെ? അത് ഓഡ് ആയിരിക്കും. ഓക്കെ, 20 ഒരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ മൈനസ് ഓഡ് നമ്പർ നമ്മൾ എടുത്താൽ നമുക്ക് എന്തായാലും എന്തേ കിട്ടത്തുള്ളൂ? ഓഡ് നമ്പറേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ 1 കൊടുത്താൽ, ഇവിടെ 1 കൊടുത്താൽ 20 minus 3 വരും. 20 minus 3 എന്താണ്? 17 ആണ്. അതൊരു ഓഡാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഈവൻ നാച്ചുറൽ നമ്പർ ആണ് കിട്ടുന്നത്. സോ ഇത് ഈവൻ വരുന്ന കേസുകളിൽ മാത്രമേ നമുക്ക് 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ വൈക്ക് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? വൈക്ക് 2 വരാം, ഓക്കെ 4 വരാം, 6 വരാം, 8 വരാം, അങ്ങനെയുള്ള വാല്യൂസുകൾ വരാം. ഇനി ഇത് നാച്ചുറൽ നമ്പർ ആയിരിക്കും, ഇത് ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ നോക്കിക്കേ, വൈക്ക് നമ്മൾ 4 കൊടുത്താൽ 12 വരും, 20 കാട്ടി ചെറുതാണ്, കുഴപ്പമില്ല. 6 കൊടുത്താൽ 18 വരും, 20 കാട്ടി ചെറുതാണ്, കുഴപ്പമില്ല. 8 കൊടുത്താൽ നോക്കിക്കേ 24 വരും, 20 minus 24 എന്താകും? നെഗറ്റീവ് ആകും. അതും വരാൻ പറ്റൂല. അപ്പൊ ബേസിക് ആയിട്ട് വൈക്ക് വരാൻ പറ്റുന്ന 2, 4, 6 3 വാല്യൂസ് ആയിരിക്കും വരാൻ പറ്റുന്നത്. ഓക്കെ, കാരണം നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പർ 1, 2, 3 ആണ്. അതിലെന്തായാലും ഓട് വരാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഈവൻ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈവനില് നമുക്ക് 8ന് മുകളിലോട്ട് വരാൻ പറ്റില്ല, കാരണം 8 മുകളിലോട്ട് വന്നാൽ 3 times y എന്ന് പറയുന്നത് 20 കാട്ടി വലുതാകും. അപ്പൊ ഇത് നെഗറ്റീവ് ആകും. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് പറയാൻ നോക്കിക്കേ മക്കളെ? വൈക്ക് 1 കൊടുത്താൽ നമുക്കറിയാം x equal to എന്ത് വരും മക്കളെ? 20 minus 3 by 2 വരും, 17 by 2 വരും. നോട്ട് ആൻ എലമെന്റ് ഓഫ് n അല്ലേ, നാച്ചുറൽ നമ്പർ അല്ല. അപ്പോൾ ഓഡ് വന്നാൽ ഒന്നും പറ്റില്ല. ഓക്കെ, സിമിലർലി ഓഡ് നമ്പർ ഏത് വന്നാലും പറ്റത്തില്ല. ഇതുപോലത്തെ ഒരു കേസ് ആയിരിക്കും വരുന്നത്, ഓഡ് ബൈ 2 എന്നുള്ള മോഡൽ. ഓക്കെ, അപ്പൊ നമുക്കിനി ഈവൻ നോക്കാം. y equal to വന്നാലോ? x equal to 20 minus 6 by 2. ഓക്കെ, സോറി 2 അല്ലേ? 6 by 2 അത്ര 14 by 2 എന്ന് പറയുന്ന 14 by 2 എന്ന് പറയുന്നത് എത്ര വരും? 7 വരും. ഓക്കെ, ഇനി നമുക്ക് y equal to 4 നോക്കിയാലോ? y equal to 4 നോക്കിയാൽ x equal to 20 minus 3 times 4 എന്ന് പറയുന്നത് 12 ആണ്, 12 by 2. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും മക്കളെ? 18 കിട്ടും, 8 കിട്ടും. 8 by 2 എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി y equal to നോക്കിക്കേ മക്കളെ, y equal to 6 ചെയ്താലോ? x equal to കിട്ടുന്നത് എന്തായിരിക്കും? 20 minus 18 over 2, അഥവാ 18 എത്ര വരും മക്കളെ? 2 വരും. 2 by 2 1 വരും. x equal to 1 കിട്ടും. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ നോക്കിക്കേ. y equal to ഇനി 8 നോക്കിക്കേ. 8 നോക്കുമ്പോൾ നമുക്ക് x equal to 20 minus 3 times 8 എന്ന് പറയുന്നത് 24 ആണ്, by 2 വരും. minus 4 by 2 വരും, equal to -2. നോട്ട് an element of n എന്നല്ല. അപ്പോൾ ഇവിടെ എത്ര കേസേ വരുന്നുള്ളൂ? ഇവിടെ വരുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം എന്താണ്? 7,2. ഓക്കെ, വേറെ ഏതാ? 4,4 വരാം. പിന്നെ ഏതാ വരുന്ന മക്കളെ? 1,6 വരാം. ഈ ഇത്രയും പോസിബിലിറ്റീസ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 ആണ് കറക്റ്റ്. ക്ലിയർ?